ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള സിസ് റോൾസ് കഴിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ്റെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ സിസ് റോളാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കനെ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഓൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എന്തായാലും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിസ് റോൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ഫില്ലിങ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഇതേ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് 2 സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ് റോൾ മാത്രം മതിയെങ്കിൽ ഇത് എടുക്കുന്നതിൻ്റെ ഒക്കെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. നന്നായിട്ട് ചോപ്പറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഈ ഒരു പാനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവാളൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. നമ്മളിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും. 2 പച്ചമുളക്, അത് നമ്മുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് സവാളയുടെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ എടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ എരിവിന് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ഞാൻ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ക്യൂമിൻ പൗഡർ, അതായത് നമ്മുടെ ചെറിയ ജീരകം നല്ലപോലെ ചൂടാക്കി പൊടിച്ചെടുത്താണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലായിട്ട് പച്ചമുളകും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ്റെ ബോൺലെസ് പീസസ് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് അത് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചീകിയെടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് ചീകിയെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം സവാളയുടെ മിക്സായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ നേരത്തെ സവാള വഴറ്റിയ സമയത്ത് ശകല ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ വേവിച്ച സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇപ്പോൾ മല്ലിയില കയ്യിലില്ല എങ്കിൽ നമ്മുടെ കറിവേപ്പില ചേർത്തിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും ചേർത്തിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. മല്ലിയില കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് തണുക്കണം. തണുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്ലീൻ ആയിട്ട് ഒട്ടും നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ മുട്ട എടുക്കുകയാണെങ്കിൽ 3 മുട്ട എടുക്കാം. കുറച്ചൊക്കെ വലുതാണെങ്കിൽ നമുക്ക് 2 മതിയാകും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറുതായതുകൊണ്ട് ഒരു 3 മുട്ട മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്കും അത്യാവശ്യം കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളൊക്കെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പം ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നില്ല. നമ്മുടെ സാധാരണ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുന്നവരെ നമ്മളൊന്ന് അടിച്ചെടുത്താലും മതിയാകും. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു മുട്ട നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, അതായത് നമ്മുടെ മൈദയാണ് ഇനി ചേർക്കാനുള്ളത്. 1/2 കപ്പിൻ്റെ അടുത്ത് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പിൻ്റെ അടുത്ത് മൈദ ചേർക്കുന്നുണ്ട്. ഒരു മൈദ കൂടെ ചേർക്കാം. വേണമെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് വളരെ പതിയെ നമ്മൾ ആ പതിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ ടെക്സ്ചർ പോവാതെ വളരെ പതിയെ അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി നേരം ഇനി നമ്മളിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓവറായിട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിനേക്കാളും കുറച്ച് താഴെ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ പാല് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ സ്പൈസി കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കേക്കായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് നമ്മൾ റെഡിയാക്കി വരുമ്പം പാനിലൊന്നും ഇങ്ങനെ ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് തീയിൽ വെക്കുന്നില്ല, ഒരു ചുവട് കട്ടിയായിട്ടുള്ളൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കുന്നത്. കാരണം ഡയറക്റ്റ് ഹീറ്റ് തട്ടുമ്പോൾ ചിലപ്പം അടിവശം ഇങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ തന്നെ അത്യാവശ്യം ഇത് കുക്കായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അങ്ങനെ നോക്കുമ്പം എവിടെയെങ്കിലും മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സ്ക്യൂവറിൽ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ സമയം, ഒരു 1-2 മിനിറ്റ് കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്, കാരണം ഇതിൻ്റെ മുകൾ വശമാണ് കുറച്ചും കൂടെ വേവാനുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം അതുകൂടെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അത്യാവശ്യം മുകളും താഴെയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂട് പോട്ടെ, എന്നതിന് ശേഷമാണ് നമ്മളിതിനൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ക്ലിങ് ഫിലിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. സാധാരണ നമ്മൾ സിസ് റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. ആ ഒരു ക്ലിങ് ഫിലിം അകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ റോൾ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. ഇതിങ്ങനെ അഴിക്കുകയും ചെയ്യരുത്, ഒരു 10 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ വെക്കുക. നമ്മൾ ആ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ തന്നെ അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തിട്ട് പിന്നെയാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എടുത്തിട്ട് അതിലേക്ക് ഇനി നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ 2 സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ ഒരു കേക്കിലേക്കുള്ള ഫില്ലിംഗ് മാത്രം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂണോളം മയോണൈസ്, ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചേർക്കാം, ഹോം മെയ്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് മയോണൈസിൻ്റെ. അപ്പോൾ മയോണൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ക്ലിങ് ഫിലിം ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് വെക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസയുടെ സോസാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസ്സ സോസിൻ്റെ വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നുണ്ട്, അത് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. അതല്ല ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ല എങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പക്ഷേ ഇതാകുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ്, ആ ഒരു എരിവും കൂടെ ഒക്കെ ഒന്ന് കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. എന്നതിന് ശേഷം നന്നായിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒന്നാവുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മയോണൈസും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ ഫില്ലിങ് നമ്മൾ വെക്കുമ്പോൾ നന്നായിട്ട് ഇതിലിങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. ആ ഒരു സോസിലിങ്ങനെ നന്നായിട്ട് പതിഞ്ഞിരിക്കും. മാത്രമല്ല മയോണൈസും കൂടെ ചിക്കൻ്റെ ഫില്ലിങ്ങിൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ സോസൊക്കെ നമ്മൾ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വീണ്ടും നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു ഫില്ലിങ് വെക്കുന്ന സമയത്ത് നമുക്ക് റോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് ഇങ്ങനെ നീങ്ങും. ഇനി നമ്മൾ റോൾ ചെയ്യുമ്പം ക്ലിങ് ഫിലിം അകത്ത് പോകാൻ പാടില്ല, അത് പുറത്തേക്കാണ് വരേണ്ടത്. ഇത് നമ്മൾ ആദ്യത്തെ പോലെ റോൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ 2 എണ്ണൊന്നും ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ഫില്ലിങ് ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. ഇതേ രീതിയിൽ റോൾ ചെയ്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ക്ലിങ് ഫിലിം മാറ്റിയിട്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളിങ്ങനെ കൈവച്ച് പിടിക്കുമ്പം ആ ഒരു എൻഡ് രണ്ടും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിനിങ്ങനെ കുത്തി കൊടുക്കുന്നത്, നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് ഓരോ കേക്കായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പാകത്തിന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫില്ലിങ് ഇങ്ങനെ ചെറുതായിട്ട് ഇളകാനും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടുപോരാനും ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ടൂത്ത് പിക്ക് ഒഴിവാക്കിയാൽ മതി. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ടൂത്ത് പിക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ഇതേ രീതിയിൽ ഓരോ കേക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ സ്വിസ് റോളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്